ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇന്നലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിന് ഇടയത്താഴത്തിന് എണീക്കുന്ന സമയം മുതൽ രാത്രി വരെയുള്ള മിക്ക കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4 മണി കഴിഞ്ഞു. 4 മണിക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനുമാണ് നമ്മൾ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ നമുക്കും വൃത്തിയൊക്കെ ആയി ഇരിക്കണം. അപ്പോൾ ഇനി ഒരു 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതലും നിസ്കാരവും ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 6 മണിയൊക്കെ കഴിയും ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈകിയാണ് എഴുന്നേക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ മോനെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ കൂടെ തന്നെയാണ് ഞാനും ഇപ്പോൾ എഴുന്നേറ്റ് വരാറുള്ളത്. ആപ്പിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് അടുക്കളയ്ക്കൊക്കെ വന്നപ്പോഴത്തേനും ഉമ്മ അവന് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ എന്ന് പറയുമ്പോൾ അവന് പാലായിട്ട് കുടിക്കാനാണെങ്കിലും അവൻ എപ്പോഴും ചായ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നേരിയതായിട്ട് കാപ്പിപ്പൊടി ചായപ്പൊടി എന്തെങ്കിലും ഇട്ട് നമ്മളൊന്ന് നിറം മാറ്റിയിട്ട് കൊടുക്കണതാണ്. പിന്നെ ഇനിയിപ്പോൾ അവൻ ആ ഒരു സമയത്തൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ അവനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ആൾ മറ്റേ കളർ പെൻസിലൊക്കെ എടുത്തിട്ട് ആ മുറത്തിലിട്ടിട്ട് ഉണക്കാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് മുകളിലേക്ക് പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവന് ഇനി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. അപ്പോൾ മെയിനായിട്ട് അവൻ എപ്പോഴും ദോശയാണ്, ഗോതമ്പ് ദോശയാണ് ഇഷ്ടം. അപ്പോൾ ജ്യൂസ് തരട്ടെന്ന് വെച്ചപ്പോൾ ആൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടെ ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള കാരണം തന്നെ അവനെപ്പോഴും കളിയാണ്, ഏത് സമയവും അതുപോലെ തന്നെ ചൂടുവാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ സൗണ്ടിന് ഇപ്പോഴും ചെറിയ മാറ്റം തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നിട്ടാ സൗണ്ട് മാറിയപ്പോൾ ചാനൽ മാറിപ്പോയി എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ നല്ല രാത്രിയായിട്ടോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടോ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് സൗണ്ട് കൊടുക്കണതൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. അപ്പോൾ പല സമയത്തും നമ്മുടെ വീഡിയോയിൽ എൻ്റെ സൗണ്ട് പല രൂപത്തിലും പല ഭാവത്തിലായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് തന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ മാങ്ങ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണുണ്ട് കേട്ടോ. ആ കൊച്ചിനെ എന്ത് കുടിക്കുകയാണെങ്കിലും വായിലൊന്നും തടയാനൊന്നും പാടില്ല. പക്ഷെ അരിക്കുമ്പോൾ ഈ നല്ല ഫൈബറും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അപ്പോൾ പിന്നെ ഇനി കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അരിച്ചിട്ട് തന്നെ കൊടുക്കും. പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയൊക്കെ ഏത് സമയവും അറ്റൻഷനായിട്ട് നിൽക്കണം. അത്രക്ക് വടി പോലെ നിൽക്കണം, മുരുമുരുന്നിരിക്കണം, എന്നാൽ മാത്രം കടിക്കുള്ളൂ. തളർന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ കടിക്കാൻ അവനെന്താ അറപ്പ് പോലെയാണ്. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഈ ദോശ മാത്രം കൂടുതലും കഴിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പോലത്തെ ഒന്നും കഴിക്കില്ല. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഉപ്പപ്പളത്തിനും കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ മാറ്റണതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വൈകുന്നേരത്തിന് സ്നാക്സിനുള്ള സാധനങ്ങൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിലും കൂടുതലുണ്ട്, 2 കിലോത്തോളം മുന്തിരി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വെക്കുകയാണ്. ഇത് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്കൊരു തൃപ്തി ആവുള്ളൂ കഴുകി വരുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ അത് അങ്ങോട്ട് കുതിർത്തി വെക്കുകയാണ്. എന്തായാലും നമ്മൾ അടുക്കളയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇപ്പം രാവിലെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ചും കൂടി ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് കൈയോടെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ പോവാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെഷീനിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ എല്ലാം കൂടി എടുത്തിട്ട് മെഷീനിൽ കഴുകാനിടുകയാണ്. പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ പുറത്തിട്ടാണ് കഴുകണത്. പിന്നെ പുറത്തോട്ട് അധികം ആരും പോകാത്തതുകൊണ്ട് നല്ല ഡ്രസ്സുകളൊന്നും പുറത്ത് അധികം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് എന്തായാലും ആ വഴിക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് പോയപ്പോഴാണ് മുന്തിരി ഇരിക്കാനുള്ളത്. മുന്തിരി ഏകദേശം 1-1.5 മണിക്കൂറോളം അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു 5-6 തവണ കഴുകിയിട്ട് വീണ്ടും സമാധാനം ഇല്ലാണ്ട് വീണ്ടും ഒരു 6-7 തവണയും കൂടിയും കഴുകിയെന്ന് പറഞ്ഞ പോലെ
ഒരുപാട് സമയം ഇട്ട് കഴുകി മുന്തിരി ആവശ്യമല്ല ഇപ്പോൾ ഞാൻ അവസാനിപ്പിച്ച്. അപ്പോൾ ഇതുപോലെ കഴുകിക്ക് എടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലൊരു കലത്തിൽ വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച കാര്യമൊന്നും പറയണ്ട കേട്ടോ, കുറച്ച് ഞാൻ മറന്നു പോയി ഇത് വെച്ചിട്ട് പോയി വന്നപ്പോൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഷായം ആക്കണ്ടെന്ന് പറഞ്ഞ അവസ്ഥ ഇതിന് ആയിന്ന് തോന്നുന്നുണ്ട്. ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ അറിയാം എന്തായിന്ന്. തിളച്ച് പൊന്തി ഞാനത് വീഡിയോ എടുത്തിരുന്നു, പക്ഷേ ആ ക്ലിപ്പ് കാണാനില്ല. അപ്പോൾ ഇനി ഇതാ നമ്മുടെ ചിക്കൻ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിങ്ങനെ വെളുത്തിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പം നമ്മൾ ഈ ചിക്കന് ഷവർമ്മ പോലെയാണ് ചെയ്യണത്. ഷവർമ്മ പോലെയാണ് കേട്ടോ, ഷവർമ്മ അല്ല കേട്ടോ, ബാസ്ക്കറ്റ് ഷവർമ്മ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം നമുക്ക് സംസ്കരിക്കാനും ഒക്കെ തന്നെ ആയിട്ട് കിട്ടി. പിന്നെ ഇനി വൈകുന്നേരം നമ്മൾ സാധാരണ നമ്മുടെ റമദാൻ വ്ളോഗിലൊക്കെ കാണിക്കാറുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പരിപാടി തുടങ്ങി. അതുപോലെ തന്നെ ഉമ്മ അവിടെ വെള്ളം തിളപ്പിക്കാനും ചോറ് തിളപ്പിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മാങ്ങ ജ്യൂസ് കുറച്ച് കട്ടിയിലാണ് അടിച്ച് വെച്ചേക്കണത്. ഇനി അതിലേക്ക് നമുക്ക് പാല് ചേർക്കാനുണ്ട്. അപ്പോൾ അത് കാരണം പാല് ഞാൻ വേഗം തന്നെ ഒന്ന് തിളപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തണുത്തിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറികളൊന്ന് അരിഞ്ഞെടുക്കണം, നമ്മുടെ സ്നാക്സിക്ക് വേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ പത്തിരി ഇടിയപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഒക്കെ ചോറ് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു ചിക്കൻ കൊണ്ട് നമ്മൾ ഓൾറെഡി 2 സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കറിയും വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ച് നമ്മുടെ സ്നാക്സൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് പിറ്റേ ദിവസത്തേക്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പകുതി ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ചെറിയ സവാള. ഇതെല്ലാം കൂടി ഇതുപോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗരം മസാല ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് കരിയാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ആ ഗരം മസാലയുടെ സ്മെല്ലൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ കൈകൊണ്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയിലൊന്നും അടിക്കണ്ട, ഇതുപോലെ ഒന്നിങ്ങനെ പിച്ചി ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരണം. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചതല്ലേ, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരണവരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് വേവേണ്ട കാര്യമില്ല പച്ചക്കറിയൊന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ച് പതുക്കെ വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് തന്നെ സ്പീഡിൽ ഇളക്കി നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യണ പോലെ കുറച്ച് വേവാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഇതിന് പച്ചക്കറികൾക്കൊന്നും ഉപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പും പിന്നെ എരിവിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഒരുപാട് അങ്ങോട്ട് വേവണ്ട, പകുതി വേവായാൽ മതി. നമുക്ക് ആ കളറ് ഒരുപാട് അങ്ങോട്ട് പോവരുത്, ആ രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതവിടെ ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലൊരുപാട് ഓയിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് ഒഴിച്ചിട്ട് മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിവിടെ നിന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ടി കുറച്ച് മാവ് കുഴച്ചെടുക്കണം. മാവിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നും ഉണ്ടാക്കണ ആസ്ഥാന മാവ് അങ്ങോട്ട് കുഴക്കുക. കുറച്ച് ഞാൻ ഇന്ന് ഓയിലാണ് ഒഴിച്ചത്. ഡാൽഡ എടുക്കാൻ എന്താണെന്ന് അറിയില്ല, ഒരു മടിയായിപ്പോയി. ഡാൽഡയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കുറച്ച് ഓയിലും ഉപ്പും മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക. ഈ പാത്രം ഞാനിപ്പോൾ സ്ഥിരമാക്കിയിട്ട് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കണേലും എളുപ്പമായിട്ട് എനിക്കിത് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാമെന്ന് തോന്നി. പിന്നെ അതാ എനിക്ക് കൗണ്ടർ ടോപ്പും അങ്ങനെ ചെയ്യണത് എപ്പോഴും അധികം ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതാണ് ഉപയോഗിക്കാറ്. ഇനി മുതൽ ഇതുപോലെയാണ് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വലുതാക്കിയിട്ട് പരത്തിയിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണത് ബാസ്ക്കറ്റ് ഷവർമ്മയുടെ ആ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതേ ബാക്കി വന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ വലിച്ചു കൂട്ടി പരത്തി ഇതേ ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് ബാസ്ക്കറ്റിനുള്ള ഷീറ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചോറിന് ഇവിടെ സാമ്പാറും അതുപോലെ തന്നെ അച്ചിങ്ങപ്പയർ ഒലത്തഴതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊന്നും ഇത് നോമ്പ് സമയത്ത് കഴിക്കൂലായിരിക്കും. ഞങ്ങളും അധികം കഴിക്കാറില്ല, പക്ഷേ എങ്കിലും ഇടയ്ക്ക് ഇതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സാമ്പാറൊന്ന് താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് താളിച്ചൊഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതുമ്പോൾ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഓയിൽ തടവി കൊടുക്കണം, പിന്നെ വേണ്ട, നമ്മൾ നേരെ ഓയിലേക്ക് വെക്കുമ്പോൾ ആ ഓയിൽ ആയിക്കോളുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഒന്ന് പരത്തി വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബാസ്ക്കറ്റിൻ്റെ സൈഡ് ഒക്കെ ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ സാധാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണുള്ളൂ. അപ്പോൾ അടിവശം അധികം കനം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആ ഗ്ലാസിൻ്റെ ബേസില്ലേ അവിടെയും കൂടി ഒന്ന് പിടിച്ചിട്ടൊന്ന് ഇങ്ങോട്ട് പരത്തി ഇങ്ങോട്ട് എടുക്കണം. ആ ഒരു സൈഡ് മാത്രം പരത്തി കഴിഞ്ഞാൽ അടിവശം കനം കൂടി പോകും. അപ്പോൾ ഇനി നമ്മൾ കണ്ട നല്ല ചൂടായി വന്നിട്ടുള്ള ഓയിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നമ്മളിപ്പോൾ അതായി വരുന്ന സമയം കൊണ്ട് മറ്റേത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെക്കണം. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസ് മാറി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഇതൊന്ന് വിട്ടു പോരും. അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് പൊരിച്ച് കോരി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമയുടെ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാനും വേഗം ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഇത്രയും ബാസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിയാൻ നിൽക്കണ്ട, വല്ലാണ്ട് അങ്ങോട്ട് ബാസ്ക്കറ്റ് ഹാർഡായി പോവും. അതിന് മുന്നേ തന്നെ കോരി മാറ്റണം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസൊക്കെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണതൊന്നും കാണിക്കാഞ്ഞത് കേട്ടോ. മയോണൈസ് വാങ്ങണത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഇങ്ങനെ ഉണ്ടാക്കിയാണ് ചെയ്യാറ്. വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാല് ചൂടാറിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് തണുത്ത് വന്നപ്പോൾ ഒന്ന് മിക്സിയിൽ അതും അടിച്ചിട്ട് നമ്മുടെ മാങ്ങ ജ്യൂസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ ജ്യൂസും ഇവിടെ റെഡിയായി. അപ്പോൾ വീണ്ടും നേരെ ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്നാക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാസ്ക്കറ്റൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന്, അതായത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ട അത്ര ഫില്ലിങ് നമുക്ക് ഈ ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബാസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഗ്ലാസ്സുമ്മ വെച്ച് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കളയാം കേട്ടോ. പക്ഷെ എനിക്കെന്തോ അങ്ങനെ മുറിച്ചെടുക്കണം, ഒരേ ലെവലിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ അരികൊക്കെ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബാസ്ക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ആൾ കാണുമ്പോൾ സിമ്പിളാണെങ്കിലും കഴിച്ചാൽ നല്ല ഹെവിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നെഞ്ചരിച്ചിലോ മസാലയുടെ കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ നമ്മൾ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, ചെറിയൊരു രീതിയിലൊക്കെ ഒതുക്കി എല്ലാം ടേബിളിൽ കൊണ്ട് വെച്ച് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടാവും, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഇരിക്കുന്ന കുപ്പിയിൽ നാരങ്ങത്തൊണ്ടാണ് കേട്ടോ. നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങി ഇങ്ങോട്ട് കുടിച്ച നാരങ്ങയുടെ എല്ലാ തൊണ്ടും കുപ്പിയിലിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ഫ്രൂട്ട്സും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരാൾ ഞാൻ ഫ്രീസറിൽ മറ്റേ നാരങ്ങ വെള്ളത്തിൽ ഇടാൻ വെച്ചേക്കണം ഓരോ ഐസ് ക്യൂബൊക്കെ എടുത്ത് കുത്തി പൊളിച്ച് നാശാക്കുന്നുണ്ട്. വേറെ ആരെല്ലാം ഇക്കാക്കിയാണ്. അപ്പോൾ അതേ നാരങ്ങ വെള്ളം ആൾക്ക് തണുപ്പ് ഉണ്ടായിട്ടും എക്സ്ട്രാ തണുപ്പ് വേണമെന്നും പറഞ്ഞ് വീണ്ടും കുത്തിപ്പൊളിച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. ഐസ് ട്രേ എങ്കിലും ബാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഭാഗ്യത്തിന് അത് കിട്ടി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഐസൊന്നും ഇട്ടിട്ടില്ല എന്ന്. നമ്മൾ കാര്യങ്ങളും കാണാൻ കാത്തിരിക്കല്ലേ. ഞാനും അതിൽ നിന്നൊരു ക്യൂബ് വാങ്ങിച്ച് എൻ്റെ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇനി ഞങ്ങളുടെ നോമ്പ് തുറ സമയമാണ്. നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഫോണൊക്കെ ആയിട്ട് വന്ന് നേരത്തെ തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ള ഒരു അവസ്ഥ നോക്കണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നിസ്കാരവും ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ ഒന്ന് ഫോൺ എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നോമ്പ് തുറക്കണേ മുന്നേ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കമൻസ് നോക്കി ഒന്ന് ഹാർട്ട് കൊടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഹാർട്ടിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കണതാണ് പിന്നെ ഈ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെയ്തത്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് വേറെ പരിപാടികളൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ മോനിക്ക് ഭക്ഷണം കൊടുത്തുട്ടാ. മോന് ഭക്ഷണം കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒന്നും വേണ്ടായിരുന്നിട്ട് അവൻ കഴിച്ച സാധനമാണ് പച്ച ക്യാരറ്റ്. എന്തെങ്കിലും ആവട്ടെ, ഒന്നും കഴിക്കാത്തതിൽ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കൊടുത്ത്. ഇനിയിപ്പോൾ നമ്മുടെ ചോറിനുള്ള സമയമാണ്. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ ഒരു സൈഡിലിരിക്കണതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായത് കുറച്ച് പൊക്കിയതാ. അപ്പോൾ സാമ്പാറും ചിക്കൻ കറിയും വല്ല കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനും അല്ല. പക്ഷെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി, തിന്നു, അത്ര തന്നെ. അപ്പം ഇനി നമുക്ക് ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ജോലികൾ, നമ്മളുടെ ഡ്രസ്സ് എടുത്ത് വെക്കൽ, കഴുകിയിട്ട് ഡ്രസ്സ് എടുത്ത് വെക്കൽ, മടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോ എപ്പോഴും എടുക്കാത്തതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഓർമ്മ വരുന്നത്. അപ്പോൾ വേഗം തന്നെ ചോറ് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇനി മോനെ ഉറക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ദേശാടന പക്ഷികളെ മാതിരിയാണ് കേട്ടോ. ചൂട് കൂടുന്ന സമയത്ത് ഉമ്മാടെ റൂമിലേക്ക് വേഗം തന്നെ സ്ഥലം മാറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെയാണ് കിടക്കുന്നത്. എൻ്റെ സൗണ്ട് നല്ലോണം മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.